വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഗാർഡൻ വിശേഷവുമായിട്ടാണ്. കുറച്ച് നാളായി ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഗാർഡനിൽ മക്കൾ കളിക്കുന്ന ഊഞ്ഞാലിൻ്റെ അടുത്ത് കുറച്ചൊരു പുല്ല് പിടിപ്പിക്കണം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യണമെന്ന്. അതൊക്കെ എന്ന് വെച്ചാൽ നല്ല എക്സ്പെൻസീവ് ആവുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്ക് ആ വീഡിയോ കാണാം, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളെല്ലാം പറയണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പ്ലാന്റ്സ് അൽമിത്തേരുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചട്ടിയിലേക്ക് ആക്കി നടാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അസിസ്റ്റൻ്റുമാർ രണ്ടാളും അപ്പുറം ഇപ്പുറം ഉണ്ട്. പക്ഷേ അവരെ ഒരിക്കലും നമ്പാൻ പറ്റില്ല, അവരോട് ഒരു കാര്യവും പറയാനും പറ്റില്ല. കാരണം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് 8ൻ്റെ പണി കിട്ടുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ അവരോട് പറയാറില്ല. പിന്നെ പൊന്നൂന് ഞാൻ നല്ല പണി കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി. സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് പൊന്നുവാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മളെ ഗ്രാസ് സെറ്റ് ചെയ്യേണ്ട സ്ഥലമാണിത്. ഇവിടെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം മക്കൾ ഇവിടെ ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാൽ ആടുന്ന സമയത്ത് ഒരു ഗ്രാസ് ആ പച്ചപ്പ് ഇങ്ങനെ വിരിച്ചിരിക്കുന്ന സ്ഥലം നല്ല രസമായിരിക്കും കാണാൻ. അപ്പം അങ്ങനെ കുറേ നാളായി വിചാരിക്കുന്നു. പക്ഷേ വലിയൊരു പൈസയാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ പച്ച പുല്ല് സെറ്റ് ചെയ്യുമെങ്കിലും അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആവും അവിടെ അത്തപ്പോരെ സ്ഥലത്ത് സെറ്റ് ചെയ്യാൻ. അപ്പം 5 പൈസ ചിലവില്ലാതെ, അല്ലെങ്കിൽ ഒരു പൈസ ചിലവില്ലാതെ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ചെയ്തെടുക്കാമെന്നുള്ള മൈൻഡിൽ സക്സസ് ആവുമോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇങ്ങനെ കിളച്ച് മണ്ണ് കിളച്ചിട്ട് കൊടുക്കണം. നല്ല ഉറച്ച മണ്ണാണ്, അത് കിളച്ചിടുമ്പം നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ, അത്രയും ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എനിക്കിത് വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഞാൻ മുന്നേ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് രണ്ടും കൂടി ആകുമ്പം, വീഡിയോ എടുക്കലും കൂടി ആകുമ്പം അത്ര ഭയങ്കരമായിട്ട് മെനക്കേടുണ്ട്. കാരണം ഈ പണി മാത്രമാണെങ്കിൽ നമ്മൾ വേഗം ചെയ്ത് പോകും. ഇത് വീഡിയോ എടുക്കലും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിനനുസരിച്ച് നമ്മളിങ്ങനെ കിളച്ച് കൊടുക്കുന്നുണ്ട്. കിളക്കാനൊന്നും പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം കുറേ നാളായി ഇങ്ങനെ ആക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇപ്പം കുറച്ച് കിളക്കുമ്പോഴത്തേക്ക് ക്ഷീണം വന്നു. പിന്നെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഞാനത് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇടയ്ക്കുള്ള വീഡിയോസ് മിസ്സായിട്ടുണ്ട്. അപ്പം എല്ലാം നമ്മളങ്ങനെ ഫുള്ള് കിളച്ച് സെറ്റാക്കിയിട്ട് ഇങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലല്ലേ നമ്മളെ പുല്ലിങ്ങനെ നടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഇടാൻ വളമൊന്നുമില്ല, എന്നാലും ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഏത് രീതിയിലും പുല്ല് മുളക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ കോഴികളെല്ലാം ഉണ്ടായതുകൊണ്ട് ഫുള്ള് കവർ ചെയ്ത് വെക്കണം എന്നുള്ള മൈൻഡുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പച്ച നെറ്റുണ്ട്, ആ പച്ച നെറ്റ് കൊണ്ട് കവർ ചെയ്ത് വെക്കുക എന്നൊക്കെ മനസ്സിലിങ്ങനെ ഐഡിയാപരമായിട്ടാണ് ഞാൻ നീങ്ങുന്നത്. നിങ്ങൾ വിചാരിക്കും കാണാൻ ഇത്തപ്പോലെ സ്ഥലമല്ലേ ഉള്ളൂ, ഇത് കിളച്ചിട്ടതിനാണോ ഇത്രയും തള്ളുന്ന് വിചാരിക്കും. തള്ളൊന്നുമല്ല കേട്ടോ, കുറച്ച് കിളക്കുമ്പോൾ അറിയില്ല അതിൻ്റെ ബുദ്ധിമുട്ട് ആവുന്നില്ല. നമ്മൾ എടുക്കുന്ന പണിയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കിളക്കൽ, മണ്ണ് കിളക്കുക കൊത്തുക ഒന്നും നമ്മൾ ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് ഉണ്ടെങ്കിലും ഒരു നമ്മളെന്താണ് ചെടി നിറക്കാനോ അല്ലെങ്കിൽ ഒരു ചാക്ക് നിറക്കാനോ മണ്ണെടുക്കുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള പണി എടുക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇതെല്ലാം വലിയ സിമ്പിളായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അതെനിക്ക് സിമ്പിളല്ല. അതേപോലെ കളിച്ചെടുക്കുമ്പോഴത്തേക്ക് തന്നെ പണിക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളാക്കാതെ കയറില്ല എന്നുള്ള ഒരു വാശി ഉണ്ടായതുകൊണ്ട് തന്നെ ഫുള്ള് പുല്ലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നും കൂടി, പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണിങ്ങനെ വിതറി കൊടുത്തു. പിന്നെ നല്ല കറുത്ത മണ്ണുണ്ടായിരുന്നു, ആ കറുത്ത മണ്ണ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വളക്കൂറുള്ള മണ്ണാണ്. വളം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ വളക്കൂറുള്ള മണ്ണ് ഇട്ടു. ഇങ്ങനെ മണ്ണിര എല്ലാം ഇല്ലേ ആ ടൈപ്പ് മണ്ണിട്ട് കൊടുത്തു. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു പുല്ല് സെറ്റാവുന്നവരത്തേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പിള്ളേരെയോ അല്ലെങ്കിൽ കോഴിയോ ഒന്നും കടത്തി വിടാൻ പാടില്ല എന്നതെനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ ഈ പച്ച നെറ്റ് ഞാൻ ഇങ്ങനെ സൈഡിലൂടെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരും പോകണ്ടല്ലോ, അല്ലെങ്കിൽ നായി ആയാലും കോഴി ആയാലും ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കമ്പ് കുത്തിക്കൊടുത്ത് ചുറ്റും ഇങ്ങനെ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ആ ഒരു
ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഏതായാലും ആക്കുന്ന വീഡിയോ ഞാൻ ചെയ്തൂന്നേ ഉള്ളൂ. റിസൾട്ടുമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ പൂർത്തിയാക്കി എല്ലാം സെറ്റാക്കി ഇങ്ങനെ നെറ്റും ചുറ്റും ഇട്ടേ പിന്നെ ഒരു സമാധാനം, ഒരു മനസ്സുഖം, ഇത്രയൊക്കെ ചെയ്തല്ലോ. ഇനി ഇതിപ്പം വളർന്നു വരുമ്പോഴത്തേക്ക് ഒരു ഫുള്ള് പൂർണ്ണമായും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.